വെൽക്കം ടു ദി സെക്കൻഡ് വ്ലോഗ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ എപ്പോഴും ഗൾഫ് വഴിയാണ് പോവാറ്. ലൈക്ക് ദുബായ്, ഖത്തർ, കുവൈറ്റ് അങ്ങനെയൊക്കെയാണ് പോവാറ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യയിലാണ്. ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ഇറങ്ങും, അവിടുന്ന് പിന്നെ നേരെ നാട്ടിലോട്ട് പോകും. അപ്പോൾ ഈ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തം എയർ ഇന്ത്യയിൽ പോകുന്ന ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളപ്പോൾ ആക്ച്വലി ഒരു 4 hours ഏർലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്യൂരിറ്റിയും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. വെയിറ്റിംഗ്. ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എല്ലാം റൈറ്റ് ടൈം ആയിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ ഫ്ലൈറ്റ് എന്തായാലും കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. പതുക്കെ പതുക്കെ ഫില്ലാവുമായിരിക്കും. ഫ്ലൈറ്റിലിപ്പം ഹിന്ദി പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ഫ്ലൈറ്റുകളിൽ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ വെച്ച് നോക്കുമ്പം എയർ ഇന്ത്യയിൽ നമുക്കിങ്ങനെ ഹിന്ദി പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നല്ലൊരു ഫീലിൽ നമുക്കിങ്ങനെ ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. ഫ്ലൈറ്റ് ഫുള്ളാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാം റൈറ്റ് ടൈമിലാണ് പോകുന്നത്. ഡൽഹിയിലെത്തി. ഡൽഹിയിലിപ്പോൾ ഞങ്ങൾ ബാഗേജ് ഒന്നുകൂടെ എടുക്കേണ്ട വന്നു. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അതൊരു പാടാണ്, പക്ഷെ എടുക്കേണ്ട വന്നു. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, കൊച്ചിയിലോട്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5 hours ഉണ്ട് ഫ്ലൈറ്റ്.
ഓക്കെ, അപ്പം ഞങ്ങൾ നാട്ടിലെത്തി. ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയർ ഇന്ത്യയിൽ ആക്ച്വലി ഫുഡ് നോക്കുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവരുടെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയാനുള്ളത് സർവീസായിരുന്നു. നല്ല സർവീസായിരുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ. ഓൺ ടൈം ആയിരുന്നു, ഡിലേ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി ആർക്കെങ്കിലുമൊക്കെ എയർ ഇന്ത്യയിൽ പോകണമെങ്കിൽ ധൈര്യമായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ എന്താവും അറിയില്ല, പക്ഷെ എന്തായാലും ഈ പ്രാവശ്യം എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെക്ക് ഇൻ ബാഗേജ് ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് എടുക്കേണ്ട വന്നു, പിന്നെ ഒന്നും കൂടെ ചെക്ക് ഇൻ ചെയ്യേണ്ട വന്നു. അപ്പോൾ അത് ഒരു എക്സ്ട്രാ വർക്കായിരുന്നു. പക്ഷേ എന്നാലും ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.